പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികൾ, കേരളത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾക്ക് പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, വടക്കേ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി, മധ്യ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന MG യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റികളിലെ റെഗുലർ പഠനത്തിന് ഡിഗ്രി ആയാലും PG ആയാലും അതിനുള്ള അപേക്ഷാ നടപടികളും അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വിദ്യാർത്ഥികളിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ റെഗുലറായിട്ട് പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ജോലിയായിരിക്കാം, ചിലപ്പോൾ മറ്റു കാരണങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെയാണ് പഠിക്കാറുള്ളത്. പരീക്ഷ പോയി എഴുതുക, ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, റെഗുലറായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഈ വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെയാണ് പഠനം നടത്തിയിരുന്നത്, ഡിഗ്രി ആയാലും PG ആയാലും. ഈ 4 യൂണിവേഴ്സിറ്റികൾ കാലിക്കറ്റ്, കണ്ണൂർ, MG, കേരള, ഈ 4 യൂണിവേഴ്സിറ്റികളിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് എന്ന് അപേക്ഷ ക്ഷണിക്കുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അഭിജിത്ത് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ 4 യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. ഈ കേരളത്തിലെ ഈ 4 യൂണിവേഴ്സിറ്റികൾക്ക് പകരമായിട്ട് കേരളത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കൊല്ലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാണ്. വരുന്ന സമയത്ത് കേരള ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് തുടക്കം കുറിക്കുന്നത്, ആ കോഴ്സുകൾ ഈ പറയുന്ന 4 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒഴിവാക്കി ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കാലിക്കറ്റ്, കണ്ണൂർ, MG, കേരള, ഈ യൂണിവേഴ്സിറ്റികളിൽ ഉള്ള പല ഡിസ്റ്റൻസ് കോഴ്സുകളും പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലും കുറച്ച് കോഴ്സുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളത് ഒഴിവാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുള്ള അപേക്ഷ ജൂൺ 15 ആരംഭിച്ചു. ജൂലൈ 31 അതിൻ്റെ അവസാന തീയതിയാണ്. അതിനാൽ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ടോ ആ കോഴ്സുകൾ ഏതൊക്കെയെന്ന് പഠിക്കുക. അവിടെ ഇല്ലാത്ത കോഴ്സുകൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും കേരള, കണ്ണൂർ, MG, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് അപേക്ഷ ക്ഷണിക്കാനുള്ള സാധ്യതയുള്ളത്. ഇനി അതിൻ്റെയൊക്കെ അപേക്ഷ ക്ഷണിക്കുക റെഗുലർ അപേക്ഷ സമർപ്പണം പൂർത്തിയാകുന്നതോടുകൂടി, അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടിയായിരിക്കും കാലിക്കറ്റിലും കേരളയിലായാലും MGയിലായാലും കണ്ണൂരിലും ഇതിനൊക്കെ അപേക്ഷ ക്ഷണിക്കുള്ളൂ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്, അതിൻ്റെ അപേക്ഷാ സമർപ്പണവും അതിൻ്റെ സെൻറ്ററുകളൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഒരു ജൂലൈ പകുതി കഴിഞ്ഞിട്ട് ഈ പറയുന്ന 4 യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് കാത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോഴ്സുകളൊന്നും ഈ പറയുന്ന 4 യൂണിവേഴ്സിറ്റിയിൽ വരാൻ സാധ്യതയില്ല. എന്നാൽ അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.